ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സമ്മറൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കീവേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഞാൻ നമ്മുടെ കഴിഞ്ഞ മലയാള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ ഈവനിങ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഐ മീൻ, എൻ്റെ ഉദ്ദേശം ഈ രണ്ട് ബാച്ചിലാണെങ്കിലും ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഇൻഫോം യു this is how we need to summarize a question. I want to show you this is how we need to summarize a question. This is how we need to pick the keywords from the question. This is how we need to eliminate the options. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ മോർണിംഗ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർ ഒത്തിരി പേര് ഇന്നലെ വൈകുന്നേരം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ സെയിം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാതെ വേറെ ക്വസ്റ്റ്യൻസ് ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ മലയാളം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു ബെനിഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എപ്പോഴും പറ്റില്ലായിരിക്കും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു യൂസ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ടു പ്രാക്ടീസ് ഇൻ ദ ഈവനിങ് സെഷൻ. പിന്നെ നമ്മൾ കണ്ടന്റ് പഠിക്കുമ്പോൾ പറ്റില്ല, പക്ഷെ അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇനീഷ്യൽ ദ ഫസ്റ്റ് 2 വീക്സ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, കുറേ സ്ട്രാറ്റജീസ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഇഫ് യു വോണ്ട് യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഈവനിങ് ഓൾസോ. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ രാവിലത്തെ ക്ലാസ്സും വൈകുന്നേരത്തെ ക്ലാസ്സും ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പിന്നെ ഞാൻ വേറൊരു കാര്യം പ്രത്യേകിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഇതാണ്. ഇഫ് എനി ക്വസ്റ്റ്യൻ, എവറി ക്വസ്റ്റ്യൻ ദേ ആസ്ക് ഇൻ ദി എക്സാം expects a quality answer from you. Okay, അപ്പോൾ every question in the exam has a problem in it and they expect a solution from you. ഇന്നലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഇത് സ്ലൈഡ്? സ്ലൈഡ് കാണുന്നുണ്ടോ എല്ലാവർക്കും? ആണോ? ഒരു മിനിറ്റ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നലെ അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സമ്മറി, ഇന്നലെ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടോ? ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ടിനു ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യാവോ? ടിനു കേൾക്കുന്നില്ലല്ലോ, എൻ്റെ മൈക്ക് ഓഫ് ആണോ? ഹലോ. Oh yeah. ഇപ്പൊ കേൾക്കാലോ. The nurse observes a parent swaddling their infant with an unrepaired omphalocele. അങ്ങനെ തന്നെയല്ലേ? Which of the following statements would be appropriate? ഓക്കെ, ടിനു, എനിക്കറിയില്ല. ടിനുവിന് അറിയോ ഓംഫാലോസിൽ എന്താണെന്ന് അറിയോന്ന് എനിക്കറിയില്ല. ഇല്ല. ഓക്കെ, സ്വാഡ്ലിംഗ് എന്താണെന്ന് അറിയാവോ? ഫൈൻ, ജസ്റ്റ് ലീവ് ഇറ്റ്, പറയണ്ട. ഇൻ കേസ് എനിക്ക് നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി പേര് നാട്ടിൽ നിന്ന് പഠിച്ചു വന്നവരുണ്ട്. ഐ മീൻ, ഓഫ് കോഴ്സ് വി നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ ഇംഗ്ലീഷുകാരുടെ മക്കളല്ല. നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷ് നാട്ടിലും അല്ല. അതുകൊണ്ട് വി മൈറ്റ് നോട്ട് നോ ഓൾ ദി വേർഡ്സ്. അപ്പോൾ ഈ സ്വാഡ്ലിംഗ് എന്താണെന്ന് അറിയില്ല എന്ന് തന്നെ വെച്ചു. ഓക്കെ, ഓംഫാലോസീൽ എന്താണെന്ന് അറിയില്ല എന്ന് തന്നെ വെച്ചു. അപ്പൊ ഈ കാരണം ഇത് ലിറ്ററലി ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ 2 ബാച്ച് മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കൊച്ചിന് അറിയില്ല, സ്വാഡ്ലിംഗ് എന്താണെന്ന് കേട്ടിട്ടില്ല. ഓംഫാലോസീൽ എന്താണെന്ന്, എംഫാലോസീൽ എന്തോ പീഡിയാട്രിക് കണ്ടീഷൻ ആണെന്ന് അറിയാം, പക്ഷെ എക്സാക്ട്ലി എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫ്രം വാട്ട് യു റീഡ് നിങ്ങൾക്ക് സ്വാഡ്ലിംഗ് അറിയില്ല, ഓംഫാലോസീൽ അറിയില്ല, പക്ഷെ
സ്വാഡ്ലിംഗ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും കുഞ്ഞിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫന്റ് ആണ്. ഇൻഫന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ന്യൂ ബോൺ ബേബി ആണ്. എന്തോ ഒരു കുഴപ്പമുണ്ട്. അമ്മ എന്തോ കൊച്ചിന് ഷീസ് ഡൂയിങ് സംതിങ് റോങ് ടു ദ ബേബി. ഇനി അത് നേഴ്സ് കറക്റ്റ് ചെയ്യണം അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വുഡ് ബി അപ്രോപ്രിയേറ്റ്. അപ്പൊ അത് എങ്ങനെയാണ് നേഴ്സ് കറക്റ്റ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഓംഫാലോസീലിന്റെ ഡെഫിനീഷൻ അല്ല അവിടെ ചിന്തിക്കേണ്ടത്. അവിടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അമ്മ എന്തോ കുഞ്ഞിന് ഡൂയിങ് സംതിങ് ബാഡ് ടു ദ ബേബി ആൻഡ് ബേബി ഈസ് ഹാവിങ് സം കൺജനറ്റൽ ആണോ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് കൊച്ചിന്. അപ്പോ ഹൗ ഡു ദ നേഴ്സ് കറക്റ്റ് ദി മോം? അതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. അതാണ് സമ്മറി ഓഫ് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യന്റെ സമ്മറി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ഡൺ 75% ഓഫ് യുവർ ആൻസറിങ്. കാരണം നമ്മുടെ മിക്ക ആൻസേഴ്സും ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അത് സമ്മറൈസ് ചെയ്യാനായിട്ട് അങ്ങ് പറ്റുന്നില്ല. അത് 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 ആസ് വി മൂവ് ഫോർവേഡ് നമ്മൾ കണ്ടന്റിലേക്ക് പോകും. കണ്ടന്റിലേക്ക് പോയി കഴിയുമ്പോഴേക്കും വീണ്ടും എന്നാ പറയാ, വീണ്ടും നമ്മൾ വി സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് പഴയ കാര്യങ്ങളെ പഴയ രീതിയിലേക്ക് പോകും. വീണ്ടും കണ്ടന്റ് ഫോക്കസ്ഡ് ലേണിംഗ് ഒക്കെ ആവും. ആ സമയത്ത് ഞാൻ കണ്ടന്റ് പഠിപ്പിക്കുന്നത് കണ്ടന്റ് ഫോക്കസ്ഡ് ലേണിംഗിലേക്ക് പോകാനല്ല, അതിൽ ഒബ്സസ്ഡ് ആവാനല്ല. കാരണം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് നോളേജ് ഉണ്ട്. അത് നമുക്ക് വേണം. അതുകൊണ്ട് മാത്രമാണ് കണ്ടന്റ് പഠിപ്പിക്കുന്നത്, നോട്ട് ടു ബിക്കം ഒബ്സസ്ഡ് വിത്ത് ദാറ്റ്. അപ്പൊ ഇതിനകത്ത് അപ്പൊ എപ്പോഴും നമ്മൾ ഈ ആദ്യത്തെ ഫസ്റ്റ് 2 ആഴ്ചത്തെ ക്ലാസ് ആണ് നമ്മുടെ, ഞാൻ പറയണേ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നിങ്ങൾ $650 പേ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ 2 ആഴ്ചത്തെ ക്ലാസിന്റെ പൈസയാണ് $500. ഓക്കെ, ബാക്കിയുള്ള ക്ലാസ്സസിന്റെ പൈസയാണ് $150. ഐ മീൻ ഞാൻ ലിറ്ററലി പറയുന്നതല്ല, ഞാനൊരു അതിന്റെ ഇമ്പോർട്ടൻസ് പറയാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത്രയ്ക്കും വാല്യൂ ആണ് ആദ്യത്തെ 2 ആഴ്ചത്തെ ക്ലാസ്സിന്. കാരണം പലപ്പോഴും നമ്മൾ കണ്ടന്റിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇതെല്ലാം മറന്നുപോയി നമ്മൾ വീണ്ടും ഭയങ്കര കണ്ടന്റ് ഫോക്കസ്ഡ് ലേണിംഗ് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് വി നീഡ് ടു പ്രിവെന്റ് ഇറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ സമ്മറി ഇതാണ്, മോം ഇസ് ഡൂയിങ് സംതിങ് ബാഡ് ടു ദ ബേബി, ബേബി ഈസ് ഹാവിങ് സം ന്യൂ ബോൺ ഡിസോർഡർ or a problem, and how will you correct the mom എന്നുള്ളതാണ് question. Go ahead. Okay. So option A, stop. You'll kill your baby. അവിടെ ആലോചിച്ച് നോക്ക്. ഇത് റോങ് ആണ്. റോങ് ആണ്. കാരണം ചെയ്യാൻ പാടില്ല. അതൊരു അപ്രോപ്രിയേറ്റ് രീതിയല്ലല്ലോ ഒരു പേഷ്യന്റിനോട് പറയുന്നത്. You will kill your baby എന്ന് പറയാൻ പാടില്ല. So second option, that is a nice tight swaddle. It will really help soothe your new baby. So okay, അത് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ആക്ച്വലി ഇത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത് തന്നെ. എവ്രി ക്വസ്റ്റ്യൻ ഹാസ് എ പ്രോബ്ലം ആൻഡ് യുവർ ഓപ്ഷൻ ഷുഡ് ഹാവ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ് പ്രോബ്ലം. ഇപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഒരു നേഴ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ ആണെങ്കിൽ എലിമിനേറ്റ് ഇറ്റ്. ഓക്കെ, കാരണം ഇവിടെ നേഴ്സ് ഒന്നും ചെയ്യുന്നില്ല, നേഴ്സ് അമ്മേനെ ഡസന്റ് മേക്ക് എനി സെൻസ് അല്ലെ? ഇപ്പൊ നേഴ്സ് അതൊരു നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി ആയിട്ടേ തോന്നുന്നില്ല സെക്കൻഡ് ഓപ്ഷൻ വായിക്കുമ്പോൾ. നോട്ട് ഈവൻ ലൈക്ക് എൻകറേജ്മെന്റോ ഒന്നുമല്ല. അതായത് അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് കാണിക്കുന്നത്. ആൻഡ് നഴ്സസ് ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ നഴ്സസ് ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ you need to eliminate it. പക്ഷെ റിമെമ്പർ വൺ തിങ്, റിപ്പോർട്ടിംഗ് ടു ദി HCP എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് നഴ്സിംഗ് ഇന്റർവെൻഷൻ ആണ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, റിപ്പോർട്ടിംഗ് അത് നമുക്കൊരു ക്ലാസ് ഉണ്ട്, എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടാത്തത് എന്നുള്ളതൊക്കെ വിൽ ലേൺ ആസ് വി മൂവ് ഫോർവേഡ്. നമുക്ക് അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സിറ്റുവേഷനാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ ഐ മീൻ വെൻ യു ആർ റിപ്പോർട്ടിംഗ് സംതിങ് ടു HCP, അത് നേഴ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് നഴ്സിംഗ് ഇന്റർവെൻഷൻ. നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ വി നീഡ് ടു റിപ്പോർട്ട് ഇറ്റ്. പക്ഷെ ഇത് ഈ ഓപ്ഷൻ ബി ഇസ് ഷോയിങ് യു ദാറ്റ് the question do not have any problem and the nurse don't have to do anything.
Yeah. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാണുമ്പോൾ we need to eliminate it. പിന്നെ Option 3, may I help you? We will need to be careful with their intestine. We do not want the swallow to push them back inside. Here, the nurse is offering a help and clearly explaining what we need to do correctly. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി വായിച്ചപ്പോൾ മനസ്സിലായി ഓംഫാലോസിൽ സംതിങ് റിലേറ്റഡ് ടു ദ ഇൻറ്റസ്റ്റൈൻ. Yeah. ആൻഡ് അതെങ്ങാനും പിടിച്ച് ഞെക്കുന്നതാണ് സ്വാഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുട്ടിങ് പ്രഷർ ഓൺ ദ ഇൻറ്റസ്റ്റൈൻ ആയിരിക്കാം എന്നൊക്കെ നമുക്ക് വിൽ ഗെറ്റ് സം ഐഡിയ അപ്പോൾ ഓപ്ഷൻ സി. അപ്പോൾ ഓപ്ഷൻ സി ലുക്സ് ലൈക്ക് ഗുഡ്. ദെൻ Yeah. Then option 4, swaddling is not allowed for these babies. Please stop. So here also, same like option A, അതെ. the nurse is stopping the parent. അപ്പോൾ സോ I think option C is the answer. ഓപ്ഷൻ സി. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് എങ്ങനെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയായിരിക്കും, എടി അത് ചോദിച്ചു, എടി ഇത് ചോദിച്ചു, നിങ്ങൾ ഇത് പഠിച്ചിട്ട് അത് പഠിച്ചിട്ട് പോകുന്നത്. ഡോണ്ട് ഇവൻ ലിസൺ ടു ദം, ഡോണ്ട് ഇവൻ ടോക്ക് ടു ദം. അതെനിക്ക് പറയാനുള്ളൂ. ഡോണ്ട് ഇവൻ ടോക്ക് ടു എനി ഓഫ് യുവർ ഫ്രണ്ട്സ്. അവർ എക്സാം എഴുതിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഇവൻ ടോക്ക് ടു ദം. കാരണം അവർ പറയും ഫാലോസിയിൽ ചോദിച്ചു, PNVK സസ്പെൻഷൻ, PNVK എന്ന് പറഞ്ഞൊരു മെഡിസിൻ ചോദിച്ചു, ഭയങ്കര മെഡിസിൻ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഐ മീൻ ആക്ച്വലി എൻക്ലക്സ് ഉദ്ദേശിക്കുന്നത് ഓംഫാലോസിലിന്റെ ഡെഫിനേഷൻ അല്ല, പെൻവിക് സസ്പെൻഷന്റെ ഫാർമോക്കോകൈനറ്റിക്സ് അല്ല. ഓക്കെ, ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ബിഹൈൻഡ്. ആ ക്വസ്റ്റ്യന്റെ പുറകിലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, കുറേ എൻട്രി ലെവൽ നോളേജ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ എൻട്രി ലെവൽ നോളേജ് ഇസ് വെരി സിമ്പിൾ. Stop your kill your baby is a stop you will kill your baby is a non therapeutic communication. The B option is a very good strategy to use. Every question has a problem, and the option should be, the answer should be a nurse's appropriate solution for that problem. അങ്ങനെ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി, യു നോ ദാറ്റ് അതും ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അല്ല എന്നുള്ളത് ഒരു ബേസിക് നോളേജ് ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് അതാണ് ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യന്റെ എൻട്രി ലെവൽ നോളേജസ് അബൌട്ട് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ. ദിസ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ഇവൻ അബൌട്ട് ഓംഫാലോസിൽ. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് അബൌട്ട് ഓംഫാലോസിൽ, ദിസ് ക്വസ്റ്റ്യൻ ഇസ് കംപ്ലീറ്റ്ലി അബൌട്ട് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ എല്ലാവർക്കും ഈ ഒരു ഇനിയിപ്പോൾ നമുക്ക് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഓക്കെ അച്ഛൻ വലിയ കാര്യമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എലിമിനേഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ബട്ട് വി ആർ ഓൾവേസ് സ്റ്റക്ക് വിത്ത് ടു റിമൈനിങ് ഓപ്ഷൻസ് ഇൻ ദ എക്സാം. എന്നിട്ട് ആ 2 റിമൈനിങ് ഓപ്ഷൻസിൽ കണ്ടെത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് റീഡ് ദ ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ. നിങ്ങൾക്ക് ഈ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തെത്തി എന്നിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ സമ്മറി ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻഡ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ കീവേഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ബാക്കി വരുന്ന 2 ഓപ്ഷൻസിനെ ക്വസ്റ്റ്യന്റെ കീവേഡ് ആയിട്ടും ക്വസ്റ്റ്യന്റെ സമ്മറി ആയിട്ടും കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ്ലി കണക്ട് ആവുന്ന ഒരു ആൻസർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന ഒരു ആൻസർ ആണ് നമ്മുടെ ആൻസർ. ഞാൻ അതും കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു, ഞാൻ അതും കാണിക്കാവേ. ഓക്കെ, അത് അത് എനിക്ക് ഈ PNVK സസ്പെൻഷന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ which of the following instructions is more critical when educating parents about the proper administration and precautions for a child being discharged on PNVK suspension എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എന്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഇസ് മോർ ക്രിട്ടിക്കൽ വെൻ എഡ്യൂക്കേറ്റിംഗ് പാരൻസ് അബൌട്ട്
proper administration and precautions of child being discharged on PNVK suspension. അപ്പോൾ ഈ PNVK സസ്പെൻഷൻ എന്ന് പറയുന്ന മെഡിസിൻ്റെ അഡ്മിനിസ്ട്രേഷനും പ്രിക്കോഷനും, ഓക്കെ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. അപ്പോൾ വി നീഡ് ടു എലിമിനേറ്റ് റോങ് തിങ്സ് അബൌട്ട് PNVK suspension and we need to pick the correct statement about the administration and precautions of PNVK suspension. അതാണ് ക്വസ്റ്റ്യൻ്റെ സമ്മറി. ഓക്കെ, കീവേഡ് എന്ന് പറയുമ്പോൾ PNVK സസ്പെൻഷൻ ആണ്, എഡ്യൂക്കേഷൻ അബൌട്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രിക്കോഷൻ ആണ് നമ്മുടെ കീവേഡ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 പോകുന്നു. വെരിഫൈ ദ എക്സ്പയറി ഡേറ്റ് ഓഫ് ദ മെഡിക്കേഷൻ ബിഫോർ അഡ്മിനിസ്ട്രിങ് ടു എൻഷുർ ഇറ്റ്സ് പൊട്ടൻസി. ശരിയാണ്. നമ്മുടെ വാട്ട് ഈസ് ദ സേഫ്റ്റി ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് നഴ്സിംഗ് സ്കൂൾ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ ചെക്കിംഗ് ദ എക്സ്പയറി ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് റിമെമ്പർ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ദിസ് മെഡിക്കേഷൻ PNVK സസ്പെൻഷൻ, ആൻഡ് ദിസ് ഇസ് ഫോർ ജനറലി ഫോർ എവ്രി മെഡിക്കേഷൻസ്, അല്ലേ? എല്ലാ മെഡിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ ഒന്ന്, ഷെയ്ക്ക് ദ സസ്പെൻഷൻ വെൽ ബിഫോർ ഈച്ച് ഡോസ് ടു എൻഷുർ ദ മെഡിക്കേഷൻ ഇസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു കീവേഡ് കാണാം. ആൻഡ് യു ക്യാൻ കണക്ട് ദ സസ്പെൻഷൻ ടു PNVK സസ്പെൻഷൻ. ഓക്കെ, അപ്പോൾ സസ്പെൻഷൻ മെഡിക്കേഷൻസ് എല്ലാം ഷെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഒന്ന്, അഡ്വൈസ് അഗെയിൻസ്റ്റ് ടേക്കിംഗ് ദ മെഡിക്കേഷൻ വിത്ത് എ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസും ഈ മെഡിക്കേഷനും ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയില്ല, കാരണം ഈ പുള്ളിക്കാരന് $650 കൊടുത്തിട്ട് ഈ പുള്ളിക്കാരൻ ഇത് പഠിപ്പിച്ചില്ല. ഓക്കെ, പിന്നെ ഓപ്ഷൻ ഡി, റെക്കമെൻഡ് അഡ്മിനിസ്ട്രിങ് ദ മെഡിക്കേഷൻ ബിഫോർ ബെഡ് ടൈം ടു എൻഹാൻസ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ആൻഡ് റെഡ്യൂസ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ റിസ്ക്. അതും ഈ പുള്ളി പഠിപ്പിച്ചില്ല. കാരണം PNVK സസ്പെൻഷൻ രാത്രി കൊടുക്കണോ എന്നാന്നൊന്നും പുള്ളിക്കാരൻ പഠിപ്പിച്ചില്ല. ഞാൻ എന്നെ തന്നെയാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും പഠിപ്പിച്ചില്ല. അപ്പോൾ അതും എനിക്ക് അറിയില്ല എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. പക്ഷേ ഈ പുള്ളി ഒരു കാര്യം പഠിപ്പിച്ചു, കണക്ട് ദ കീവേഡ് ഇൻ ദ ഓപ്ഷൻ വിത്ത് ദ കീവേഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ഈസ് യുവർ ആൻസർ? യുവർ ഓപ്ഷൻ ഇസ് ആൻസർ ഇസ് ബി. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് എക്സാം ഹാളിൽ ഇരുന്ന് പ്രാകരുത്, എന്നെ പ്രാകരുത്, അത് പഠിപ്പിച്ചില്ല, ഇത് പഠിപ്പിച്ചില്ല, അതറിയില്ല, ഇതറിയില്ല എന്ന് പറഞ്ഞ്. ഓക്കെ, സോ യു ക്യാൻ ഡു, ഇഫ് യു തിങ്ക് പ്രോപ്പർലി, നിങ്ങൾ മര്യാദയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഹാൻഡിൽ എനി ക്വസ്റ്റ്യൻസ് ഇൻ യുവർ എക്സാം. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ. നമുക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഹണി, കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴോ കാണാവോ? അതിന്റെ പകുതിയേ വരുന്നുള്ളൂ. ഇപ്പൊ വന്നു. A nurse reviews the blood report of a patient diagnosed with a chronic kidney disease who is receiving Eptoin alpha. The nurse finds that the medication is effective based on which of the following finding in the blood lab report? ഒരു നേഴ്സ് ബ്ലഡ് റിപ്പോർട്ട് ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യന്റ് ബ്ലഡ് റിപ്പോർട്ട് ഡയഗ്നോസ്റ്റ് ചെയ്തത് റിവ്യൂ ചെയ്തു. ഹു ഈസ് റിസീവിങ് എപ്റ്റോയിൻ ആൽഫ, ഒരു എപ്റ്റോയിൻ ആൽഫ ഇപ്പോജൻ എന്ന മെഡിസിൻ റിസീവ് ചെയ്ത് ദ നേഴ്സ് ഫൈൻഡ് ദ മെഡിക്കേഷൻ ഇഫക്റ്റീവ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈൻഡിങ് ബ്ലഡ് ലാബ് റിപ്പോർട്ട്.
ഇതിൽ ഏത് റിപ്പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താണ് ഇഫക്റ്റീവ് ആണോ എന്ന് നേഴ്സ് റിവ്യൂ ചെയ്യുന്നത്? Eptoin alpha, the nurse finding the medication effective based on which of the following finding the blood lab report? First one, hemoglobin level 50 gram per deciliter. Hemoglobin level normal ആണ്. Platelet count 250,000. Platelet count also normal ആണ് 152 4 lakh. That is platelet count also normal. WBC count also 7,500. And CRP count 1 mg. Epogen is giving that for anemia patient. I think in the WBC count is 7,500. അതെങ്ങനെയാ ആൻസർ ആയേ? അതാണ് ഹണി. ആക്ച്വലി ഹണി ചിന്തിച്ചു തുടങ്ങിയത് ഇതിന്റെ നോർമൽ റേഞ്ചസ് എന്താണെന്നാണ്. ആക്ച്വലി എക്സാമിൽ ചോദിക്കുന്നത് നോർമൽ റേഞ്ചസ് അറിയോ ഇല്ലയോ എന്നുള്ളതല്ല എക്സാമിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് അതിനാണ് ഞാൻ പറഞ്ഞത് സമ്മറൈസ് ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. എ നഴ്സ് റിവ്യൂസ് ദ ബ്ലഡ് റിപ്പോർട്ട് ഓഫ് എ പേഷ്യന്റ് ഡയഗ്നോസ്ഡ് വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ്. ഓക്കെ, ആർ ബി സിനെ കൊണ്ട് ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബോൺ മാരോ കൊണ്ട് ആർ ബി സി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ CKD ഉള്ള എല്ലാ പേഷ്യൻസും അനീമിക് ആയിരിക്കും. അപ്പോൾ ആ അനീമിയ പ്രിവെന്റ് ചെയ്യുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വെച്ചല്ല, എന്നാ പറയാ, ഈ എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സിന്തറ്റിക് എറിത്രോപോയിറ്റിൻ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ എപ്റ്റോയിൻ ആൽഫ എന്ന് പറയുന്നത് എറിത്രോപോയിറ്റിൻ ആണ്. ഇനിയിപ്പോ എപ്റ്റോയിൻ ആൽഫ എന്താണെന്ന് അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയാം നമുക്ക് CKD കണ്ടീഷനിൽ ജസ്റ്റ് സിംപ്ലി ആസ്ക് യുവർ സെൽഫ്, CKDയിൽ അനീമിയ ആണോ ഉണ്ടാവുന്നത്, CKDയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് റിലേറ്റഡ് പ്രശ്നങ്ങളാണോ ഉണ്ടാവുന്നത്, അതോ CKDയിൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആണോ, അതോ ഇൻഫ്ലമേഷൻ റിലേറ്റഡ് ആണോ? ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ അനീമിയാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് ബ്ലീഡിങ് റിലേറ്റഡ് പ്രശ്നങ്ങളിലാണ് വരുന്നത്. WBC കൗണ്ട് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴാണ്. റിയാക്റ്റീവ് പ്രോട്ടീൻ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് CKD ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, ഹിമോഗ്ലോബിൻ. അപ്പോൾ ഓൾറെഡി ഹണി പറഞ്ഞു, CKD എന്ന് വായിച്ചപ്പോൾ തന്നെ അനീമിയ എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് WBC ചൂസ് ചെയ്തതെന്നാണ് എനിക്കറിയില്ലാത്തത്. അപ്പോൾ CKD വായിച്ചപ്പോൾ തന്നെ അനീമിയ എന്നൊരു വാക്ക് പറഞ്ഞു, പക്ഷെ HB ചൂസ് ചെയ്യാതെ WBC ആണ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോർമൽ റേഞ്ചസ് അല്ല. ഓക്കെ, നോർമൽ റേഞ്ച് അറിയോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് എൻട്രി ലെവൽ നഴ്സിംഗ് നോളേജ് ആണ്. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യന്റ് അനീമിക് ആയിരിക്കും. കാരണം CKD ഉള്ള പേഷ്യൻസിന് എറിത്രോപോയിറ്റിൻ സെക്രീഷൻ കുറവാണ്. എറിത്രോപോയിറ്റിൻ സെക്രീഷൻ കുറവാകുമ്പോൾ RBC പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. RBC പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് അനീമിക് ആവും. അപ്പോൾ നമ്മൾ സിന്തറ്റിക് ആയിട്ട് എറിത്രോപോയിറ്റിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. വിൽ ലേൺ അബൌട്ട്, നമുക്ക് ഇതെല്ലാം പഠിക്കാം. ഓക്കെ, സോ വിൽ ലേൺ അബൌട്ട് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യന്റെ കീവേഡ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നോർമൽ റേഞ്ചസിന്റെ പുറകെ ഒക്കെ പോകാനായിട്ട്. അപ്പോൾ എപ്പോഴും ഡയറക്ട്ലി ക്വസ്റ്റ്യന്റെ കീവേഡിനെ
കണക്ട് ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. We'll do another question. ജോസ്ന. ജോസ്ന ഇന്നാണോ ആദ്യത്തെ ക്ലാസ്? അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, ജോസ്ന go ahead. A nurse is caring for a patient diagnosed with endometriosis who is experiencing infertility. Which of the following is the most appropriate intervention to support the patient in managing infertility related to this condition? പേഷ്യന്റ് എൻഡോമെട്രിയോസിസ് ഡയഗ്നോസിസ് ആയിട്ടുണ്ട്. പേഷ്യന്റിന് ഇൻഫെർട്ടിലിറ്റി എക്സ്പീരിയൻസിങ് ഉണ്ട്. പേഷ്യന്റിനെ ഇൻഫെർട്ടിലിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇന്റർവെൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. Encourage the patient to delay pregnancy until after menopause. മെനോപോസിന് ശേഷം പേഷ്യന്റിനെ പ്രഗ്നൻസി ഡിലേ ആക്കാൻ എൻകറേജ് ചെയ്യുക. അതാണെന്ന് തോന്നുന്നില്ല. Discuss the use of hormonal therapy and surgical options to improve fertility. Educate not to have sex for 7 days after starting doxycycline. Doxycycline എന്താണെന്ന് എനിക്കറിയില്ല. Discuss the risk of ectopic pregnancy. ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു. വെരി ഗുഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. കാരണം എന്താ? കാരണം ഹോർമോണൽ തെറാപ്പി ബാക്കി എക്ടോപിക് പ്രഗ്നൻസി അതൊരു റിസ്ക് അല്ലേ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമുക്ക് ഓക്കെ ഞാൻ ലെറ്റ് മീ റീഡ് ഇറ്റ്. The nurse is caring for a patient diagnosed with endometriosis who is experiencing infertility. Endometriosis എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എക്സാം എഴുതിയിട്ട് വരുന്ന ഫ്രണ്ട്സ് പറയും, ഓ എടി എൻഡോമെട്രിയോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നീ അത് പഠിച്ചിട്ട് പോകണം കേട്ടോ എന്നൊക്കെ പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോടും സംസാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഓഫ്കോഴ്സ് എൻഡോമെട്രിയോസിസ് ഒക്കെ ഒരു എൻട്രി ലെവൽ നോളജ് ആണ്, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ബട്ട് ഞാൻ ലെറ്റിംഗ് യു നോ, നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് പറയായിരുന്നു. Experiencing infertility. Question is not about endometriosis. Question is about infertility. Which of the following is most appropriate nursing intervention to support the patient in managing infertility related condition? അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിയുടെ മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിയുടെ മാനേജ്മെന്റ് ആണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ഇൻഫെർട്ടിലിറ്റിക്കുള്ള മാനേജ്മെന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ, എൻകറേജ് ദ പേഷ്യന്റ് ടു ഡിലേ പ്രഗ്നൻസി അൺടിൽ ആഫ്റ്റർ മെനോപാസ്. ഈ പ്രഗ്നൻസി ഡിലേ ചെയ്യുക എന്ന് പറയുന്നതും ഇവിടുത്തെ പ്രശ്നം തന്നെ ഇൻഫെർട്ടിലിറ്റി ആണ്. പിന്നെ ഈ പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നത് ഡസൻ മേക്ക് സെൻസ് അല്ലേ? ഓക്കെ, അൺടിൽ അപ്പോൾ അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ജസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്. ഈ പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നത് കൊണ്ട് ഇൻഫെർട്ടിലിറ്റി മാനേജ് ചെയ്യാൻ പറ്റൂ? ഓക്കെ, രണ്ടും ഒന്നും കണക്ട് പോലും ആവുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. സോ ഓൾറെഡി പേഷ്യൻറ്റ് ഇൻഫെർട്ടൈൽ ആണ്,
പ്രഗ്നൻസി ഉണ്ടാവുന്നില്ല, ആ പേഷ്യൻ്റ് ആണോ നമ്മൾ പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ പറയുന്നത്. ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി, ഡിസ്കസ് ദ യൂസ് ഓഫ് ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആൻഡ് സർജിക്കൽ ഓപ്ഷൻസ് ടു ഇംപ്രൂവ് ഫെർട്ടിലിറ്റി. അപ്പം നമുക്കറിയില്ല ഈ എൻഡോമെട്രിയോസിന് ഹോർമോണൽ തെറാപ്പി വേണോ സർജിക്കൽ ഓപ്ഷൻസ് വേണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി, ഇംപ്രൂവ് ഫെർട്ടിലിറ്റി. അപ്പോൾ this looks like a management to improve fertility. Okay, educate not to have sex for 7 days after starting doxycycline. Doxycycline എന്താണെന്ന് അറിയില്ല. പിന്നെ what is the point of not having sex for 7 days? അറിയില്ല. എനിഹൗ ഇതും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡിസ്കസ് ദ റിസ്ക് ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. ഇവിടെ പ്രഗ്നന്റേ ആകുന്നില്ല, പിന്നെ എന്തിനാണ് എക്ടോപിക് പ്രഗ്നൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത്? സോ യു ക്യാൻ എലിമിനേറ്റ് ഓൾ ദോസ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ കീവേഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ടു ഇംപ്രൂവ് ഫെർട്ടിലിറ്റിയും ഇൻഫെർട്ടിലിറ്റിയും, മാനേജ്മെന്റും ഇംപ്രൂവ് ഫെർട്ടിലിറ്റിയും. ഓക്കെ, അപ്പോൾ ഓൾവേസ് ട്രൈ ടു കണക്ട് ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സാക്ട്ലി ഇപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും, നിങ്ങൾക്കൊരു ഓപ്ഷൻ അറിയാം, ഈ പുള്ളി പറയണതൊന്നും കേൾക്കണ്ട എന്നാ തോന്നുന്നെങ്കിൽ പോലും, പ്ലീസ് ഈ ഒരു സ്റ്റൈല് ഫോളോ ചെയ്ത് ഈ ഒരു സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? Okay, let's do another one. എന്തെങ്കിലും സംശയമുണ്ടോ ചോദിക്കാനായിട്ട് ആർക്കെങ്കിലും? ഓക്കെ, ആർക്ക് ആൻസർ ചെയ്യേണ്ട അടുത്ത ക്വസ്റ്റ്യൻ? ആരെങ്കിലും വോളണ്ടിയർ ചെയ്യുന്നു? ടോം? Acha. Okay. Which side effects should the nurse explain to the male client who is prescribed cimetidine? And the keyword എടുക്കാൻ നമുക്ക് explain to the male nurse who is prescribed cimetidine. അതായത് ആ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഒരു പേഷ്യന്റിനോട് നേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്, the medication can cause indigestion and heartburn. അത് നമുക്ക് ക്വയറി ആയിട്ട് വയ്ക്കാം, കാരണം മെഡിക്കേഷന് ഹെയർ ബേണും ഇൻഡൈജഷനും ഒക്കെ കാരണമാകാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്നത്, ദ മെഡിക്കേഷൻ ക്യാൻ കോസ് ഇമ്പോർട്ടൻസ് ആൻഡ് ഗൈനിക്കോമാസ്റ്റിയ. അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതല്ലേ, അപ്പൊ അതൊരു ക്വയറി ആയിട്ട് വയ്ക്കാം. തേർഡ് ഓപ്ഷൻ വരുന്നത്, ദ മെഡിക്കേഷൻ ക്യാൻ കോസ് ഇൻസോംനിയ ആൻഡ് ഹൈപ്പർ വിജിലൻസ്. സോംനിയ അത് വരാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു, അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു ഉത്തരം. എന്തുകൊണ്ടാണ് ഇത് മെയിൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞ മെയിൽസിന് ബ്രസ്റ്റിന്റെ വരുന്ന ഒരു ഇതാന്ന് തോന്നുന്നു. അപ്പം അതുമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന തോന്നുന്നു മെഡിസിന്റെ. അതെയോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. സിമെറ്റിഡിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഫൈൻ. ഞാൻ വിചാരിച്ചു ചിലപ്പോ അറിയാതിരിക്കും. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല സൈഡ് എഫക്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു മെഡിക്കേഷൻ, അത് വെച്ച് ഞാൻ മടിച്ചതാ. അപ്പൊ ഈ ഇൻസോംനിയം സൈഡ് എഫക്റ്റ് ആവാൻ സാധ്യതയില്ലേ? ഇൻസോംനിയ എന്ന് പറയുമ്പോൾ
അത്രയൊന്നും തോന്നുന്നില്ല. ഇത് ഇച്ചിരി കൂടിയ കേസാണല്ലോ സെക്കൻഡ് കേസ് വന്നത്. ഒരു സിമ്പിൾ കാര്യമാണ് ഇതിനകത്ത് മെയിൽ പേഷ്യൻ എന്ന് പറഞ്ഞിട്ടില്ലേ. ആ അപ്പൊ മെയിൽ പേഷ്യന്റ് വരുന്നതാണല്ലോ ഈ അപ്പൊ ഇതിനകത്ത് നമ്മുടെ കീവേഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ബ്രസ്റ്റ് സ്പെസിഫിക് എൻലാർജ്മെന്റ്. കീവേഡ് ആണ് സിമിറ്റിഡിനും മെയിൽ പേഷ്യന്റും അല്ലെ. അപ്പോ നമുക്കറിയില്ല ഇൻഡൈജഷൻ ഉണ്ടാവോ ഹാർട്ട് ബേൺ ഉണ്ടാവോ എന്ന് അറിയില്ല. നമുക്ക് എലിമിനേറ്റ് ചെയ്യായിരിക്കും. കാരണം ചിലപ്പോൾ സിമിറ്റിഡിൻ കൊടുക്കുന്നത് തന്നെ ചിലർക്ക് സിമിറ്റിഡിൻ എന്താണെന്ന് അറിയില്ലാത്തവരുണ്ട് അല്ലെ. റാനിറ്റിഡിൻ കേട്ടിട്ടുണ്ടാവും, സിമിറ്റിഡിൻ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. ഇനി അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഗിവ് എ ക്വസ്റ്റ്യൻ മാർക്ക്. എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. നമുക്ക് ഇവിടെ ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കൊന്നും അറിയില്ല. സിമിറ്റിഡിൻ എന്താണെന്ന് അറിയില്ല, സിമിറ്റിഡിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് അറിയില്ല. പക്ഷേ അവസാനം ട്രൈ ടു കണക്ട് വിത്ത് ദ കീവേഡ്സ്. അപ്പോൾ ഇതിനകത്ത് കീവേഡ്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇമ്പോർട്ടൻസും മെയിൽ പേഷ്യന്റും ഗൈനക്കമേഷ്യം മെയിൽ പേഷ്യന്റുമായിട്ടാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പോ പറഞ്ഞ പോലെ സത്യം പറഞ്ഞ എൻ്റെ ഒരു ക്ലാസ്സിൽ പോലും എനിക്ക് അറിയില്ല റാനിറ്റിഡിൻ കഴിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴാണ് ആദ്യമായിട്ട് അറിയണത്, ഓ മൈ ഗോഡ് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്, ഇമ്പോർട്ടൻസും ഗൈനക്കമേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാറില്ല. ആൻഡ് ഹൗ ക്യാൻ യു എക്സ്പെക്ട് നമുക്ക് എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ഇതെല്ലാം അറിഞ്ഞാലേ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് എങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? എനിക്ക് മനസ്സിലാവാത്ത എനിക്കിതിലൊന്നും അറിയില്ലായിരുന്നു. അല്ലെ. ഇപ്പോ അതാ ഞാൻ പറഞ്ഞ അറിയില്ലെങ്കിലും വി ക്യാൻ ആൻസർ ലോട്ട് ഓഫ് സ്റ്റഫ്. അപ്പൊ നമുക്കിത് പിന്നെ നമുക്ക് ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ പഠിക്കും, എൻട്രി ലെവൽ നോളേജ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കും. ഞാൻ എന്നാലും പറയായിരുന്നു, ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു, നമുക്ക് പറ്റിയില്ലെങ്കിൽ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഇമ്പോർട്ടന്റ് എന്ന് കണ്ടപ്പോ തോന്നി ഇങ്ങനെ. കാരണം ഒരുപാട് സിനിമകളിൽ ഇങ്ങനത്തെ ഡയലോഗ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് എന്താണെന്ന് കേട്ടിട്ടില്ലേ? അല്ല, അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇമ്പോർട്ടന്റ് എന്ന് കേട്ടപ്പോ ഇങ്ങനെ മെയിലിനുള്ളൊരു ഇത് തോന്നി. അപ്പോൾ ഗൈനക്കമേഷ്യ ഇമ്പോർട്ടൻസി മെയിൽ പേഷ്യൻസിന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് കണക്ട് ഇറ്റ്, വെരി സിമ്പിൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മിക്ക 90 എല്ലാ ക്വസ്റ്റ്യനും പറ്റില്ലായിരിക്കും നമുക്ക്, പക്ഷെ മിക്ക ക്വസ്റ്റ്യൻസും പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഡോണ്ട് വറി, ജസ്റ്റ് കീപ് ഡൂയിങ് ഇറ്റ്. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പതുക്കെ പതുക്കെ ആ ഒരു സ്കില്ല് വി ക്യാൻ ഗെയിൻ. അപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഞാനൊരു നഴ്സിംഗ് പ്രോയൊന്നുമല്ല. എന്നെ വലിച്ച് വാരിയാണ് നഴ്സിംഗ് സ്കൂളിൽ കൊണ്ട് ചേർത്തത്. അപ്പോൾ എനിക്ക് +2 കഴിഞ്ഞപ്പോൾ സെമിനാരി പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ വിട്ടില്ല. വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുപോയി നഴ്സിംഗ്. കാരണം ആ സമയത്ത് നഴ്സിംഗ് പഠിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോയി നഴ്സിംഗ് സ്കൂളിൽ കൊണ്ടുപോയിട്ടു, കോളേജിൽ. എന്നിട്ട് അവിടെ ക്ലാസ്സിൽ കയറില്ല. ഏത് സമയം ചായക്കടയിൽ ഇരിപ്പാണ്. വല്ലതും ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? പഠിച്ചു പോയില്ല. അപ്പോൾ ഞാൻ ഒരു നഴ്സിംഗ് പ്രോ ഒന്നും അല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻക്ലക്സ് ജയിക്കാനുള്ള ഒരു എളുപ്പമാർഗം കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ബോസ്റ്റ്. ഐ നോ ദിസ് ഒന്നൊന്നും എനിക്ക് ബോസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഐ ക്യാൻ അക്സെപ്റ്റ് ഐ എം നോട്ട് എ ഗുഡ് നേഴ്സ്, ടു ബി ഫ്രാങ്ക്. അങ്ങനെ വലിയൊരു നല്ല നേഴ്സൊന്നും അല്ല ഞാൻ. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച എളുപ്പമാർഗങ്ങളാണ് എക്സാം ജയിക്കാനായിട്ട്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ടീച്ച് യു ഗൈസ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വലിച്ചുവാരി കുറേ പഠിക്കാനോ ഒന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബേസിക്കലി മടിയന്മാർക്ക് പറ്റിയൊരു കോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ലെറ്റ്സ് ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സരിക. A 60-year-old male patient reports urinary incontinence. What is the nurse's priority responsibility in caring for this patient? ഒരു 60 വയസ്സുള്ള ഒരു മെയിൽ പേഷ്യൻറ്റിന് യൂറിനറി ഇൻകോണ്ടിനൻസ് റിപ്പോർട്ട് ചെയ്തു. ഫസ്റ്റ് നഴ്സസ് പ്രയോറിറ്റി കെയർ കൊടുക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. Assess for urethral prolapse and provide appropriate interventions. Assess for urethral prolapse. അതാണ് തോന്നുന്നില്ല. urethral prolapse, provide appropriate intervention. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ഞാനതൊരു ക്വസ്റ്റ്യൻ മാർക്കായി നിർത്തുവാണ്.
ensure a prostate exam is performed to rule out BPH. സോ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റ് എക്സാമിനേഷൻ ചെയ്യാം. അത് BPH ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ആണോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു എക്സാമിനേഷൻ ചെയ്യാം. അപ്പം നമുക്കത് അതൊരു പോയിന്റ് ആയിട്ട് നിർത്താം. കാരണം യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ educate the patient on the possible causes of urinary incontinence, such as pressure, stress, and strategies to manage it. നമുക്ക് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അതായത് യൂറിനറി ഇൻകോണ്ടിനൻസിന് പോസിബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് ലൈക്ക് പ്രഷർ, സ്ട്രെസ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജീസ് മാനേജ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഉള്ളത് നമുക്ക് ആ പേഷ്യന്റ് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എന്തായാലും വെയിറ്റിങ്ങിൽ നിർത്താം. Check the patient's medical history for conditions such as diabetic neuropathy and spinal cord injury that could contribute to urinary incontinence. പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ പറയുകയാണെങ്കിൽ D പറയും. എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോ, അതും ഈ യൂറിനറി ഇൻകോണ്ടിനൻസിന് ഒരു കാരണമാവാം. അപ്പം ഓപ്ഷൻ D ആണ് ആൻസർ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആവാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ ആൻസർ ചെയ്തപ്പോ സരികയാണോ? അല്ല, സരിക. ഓക്കെ, സരിക പെട്ടെന്ന് ഒരു യൂറോളജിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ആൻസർ ചെയ്തത്. അപ്പോൾ യൂറോളജിസ്റ്റ് ആവാതിരിക്കുക, നെഫ്രോളജിസ്റ്റ് ആവാതിരിക്കുക. സാധാരണ ഒരു എൻട്രി ലെവൽ 1 week നഴ്സിംഗ് നോളേജ് മതി, നഴ്സിംഗ് എക്സ്പീരിയൻസ് മതി ആൻസർ ചെയ്യാനായിട്ട്. എ 60-year-old മെയിൽ പേഷ്യന്റ് urethral prolapse, quite appropriate intervention. അപ്പോൾ യൂറത്രൽ പ്രൊലാപ്സ് ഉള്ളവർക്ക് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവുമായിരിക്കും, അറിയില്ല. പ്രോസ്റ്റേറ്റ് എക്സാം, എൻഷുർ എ പ്രോസ്റ്റേറ്റ് എക്സാം ടു റൂൾ ഔട്ട് BPH. അപ്പോൾ BPH ഉള്ള പേഷ്യൻസിന് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവാം, അറിയില്ല. Keep a question mark. Educate the patient on the possible causes of urinary incontinence. Pressure stress, അതായത് പ്രഷർ സ്ട്രെസ് ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ഈ ചിരിക്കുമ്പോൾ ചുമയ്ക്കുമ്പോൾ ഒക്കെ അറിയാതെ മൂത്രം ഒഴിച്ചു പോകുന്നത്. ഓക്കെ, ഉണ്ടാവാം, അറിയില്ല. ക്വസ്റ്റ്യൻ മാർക്ക്. ചെക്ക് ദ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ഫോർ കണ്ടീഷൻസ് സച്ച് ആസ് ഡയബറ്റിക് ന്യൂറോപ്പതി or spinal cord injury that could contribute to urinary incontinence. അതായത് വെറുതെ ഒരു വ്യക്തി 60 വയസ്സായ അപ്പച്ചൻ വരുവാണ്, യൂറിനറി ഇൻകോണ്ടിനൻസ് ആണ്, നമ്മൾ കയറി സ്പൈനൽ കോഡ് ഇഞ്ചുറി ചെക്ക് ചെയ്യുമോ? കാരണം 60-year-old മാനില് കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് പ്രോസ്റ്റേറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് വേണമെങ്കിൽ ആ മെയിൽ പേഷ്യന്റ്, ഈ 4 ഇതിലും ഒരു മെയിൽ പേഷ്യന്റ്, ഒരു എൽഡർലി മെയിൽ പേഷ്യന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കണ്ടീഷൻ ഏതാണ്? BPH ആണ്. ഒരു ഓൾഡർ മെയിൽ പേഷ്യൻസിൽ ഉണ്ടാവാനുള്ള സാധ്യത. ഈ 60-year-old മെയിൽ പേഷ്യൻസിൽ യൂറത്രൽ പ്രൊലാപ്സ് ഉണ്ടാവില്ല. യൂറത്രൽ പ്രൊലാപ്സ് ഫീമെയിൽ യൂറത്രയ്ക്കാണ് കൂടുതലല്ല ഉണ്ടാവുള്ളൂ. പ്രഷർ സ്ട്രെസ്സും ഫീമെയിൽ യൂറത്രയ്ക്കാണ് പ്രഷർ സ്ട്രെസ്സും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ ഇവിടെ പേഷ്യന്റിന് ഡയബറ്റിക്കിന്റെ ഹിസ്റ്ററി പറയുന്നില്ല. സ്പൈനൽ കോഡ് ഇഞ്ചുറി വെറുതെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കണം സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടോന്ന്. ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അല്ലെ? അപ്പോൾ വി ക്യാൻ എലിമിനേറ്റ് ഓൾ ദിസ് ആൻഡ് യുവർ ആൻസർ ഇസ് പ്രോസ്റ്റേറ്റ് എക്സാം. അപ്പോ ഇവിടെ വലിയ ആനക്കാര്യമൊന്നുമില്ല, ജസ്റ്റ് എ സിമ്പിൾ തിങ്. വയസ്സായ അപ്പച്ചന്മാരിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഈ 4 തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏതാണ്? പ്രോസ്റ്റേറ്റ് എക്സാമിനേഷൻ ആണ്, BPH ആണ് എന്നുള്ളത്. അതാണ് അവിടുത്തെ എൻട്രി ലെവൽ നോളേജ്. ഓക്കെ, ഞാൻ ചിന്തിച്ചത്, എനിക്ക് ആൻസർ B ആണ് തോന്നിയത്. ഞാൻ യൂസ് ചെയ്തത് നഴ്സിംഗ് പ്രോസസ് ആണ്. അസസ്മെന്റ് അല്ലല്ലോ, അസസ്മെന്റ് വന്നാല് നമുക്ക് ഫസ്റ്റത്തെ അസസ്മെന്റ് ആയിട്ട് എടുക്കാം. പക്ഷെ ഫസ്റ്റത്തെ അത് അച്ഛൻ പറഞ്ഞ ഫീമെയിൽസിൽ നിന്ന് അങ്ങനെ തിങ്ക് ചെയ്തു. രണ്ടാമത്തെ മെയിൽസിനാണ് BPH. അങ്ങനെ ഞാൻ അസസ്മെന്റ് അങ്ങനെ ഞാൻ ചിന്തിച്ചത്.
അപ്പൊ എങ്ങനെ നോക്കിയാലും ആ മെയില് നമ്മുടെ കീവേഡായിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇതാണ്. ഇപ്പോ ആദ്യത്തെ ഓപ്ഷൻ അസസ്മെന്റ് ആണ്, രണ്ടാമത്തെ ഓപ്ഷനും അസസ്മെന്റിൽ വരും, മൂന്നാമത്തത് എഡ്യൂക്കേഷൻ ആണ്, നാലാമത്തതും അസസ്മെന്റിൽ വരും അല്ലെ? നാലാമത്തെ അസസ്മെന്റിൽ വരുമെങ്കിലും ഓക്കെ. അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ഈ ക്വസ്റ്റ്യനിൽ ബെനിഫിറ്റ് ചെയ്യുന്ന കണക്ടിങ് വിത്ത് ദ കീവേഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, എൽഡർലി മെയിൽ പേഷ്യന്റ് എന്നുള്ള ഒരു പേഷ്യന്റ് ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത് ഓപ്ഷൻ ബി ആണ് എന്നുള്ളത്. ക്വസ്റ്റ്യൻസിനോട് പ്രാക്ടീസ് ചെയ്യണം എങ്കിലാണ് ചെയ്യാതൊരു വഴിയില്ല. ഓക്കെ, ഓക്കെ. ഈ ഈ അടുത്ത ക്വസ്റ്റ്യനിലെ സോലു കോർഫെറ്റ് AF എന്ന് പറഞ്ഞ് ഈ മെഡിസിൻ അറിയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ മാത്രം ആൻസർ ചെയ്യാം, അറിയാവുന്നവർ ആൻസർ ചെയ്യരുത്. എനിക്കറിയില്ല, പക്ഷേ അല്ല സോറി, സോലു കോർഫെറ്റ് അല്ല, സൊട്ടാലോൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും അറിയാമെങ്കിൽ പറയരുത്, ആൻസർ ചെയ്യുകയും ചെയ്യരുത്. ആരെങ്കിലും അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർ മാത്രം ആൻസർ ചെയ്യാം. കാരണം നമ്മുടെ ഉദ്ദേശം അറിയില്ലെങ്കിലും ആൻസർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എനിക്കറിയില്ല, പക്ഷെ ലാസ്റ്റ് LOL വരുമ്പോ എന്തിലോ എനിക്കറിയാം. അതെ, എനിക്ക് ആ ഒരു ഗസ് മാത്രമേ ഉള്ളൂ അച്ഛാ, കൃത്യമായിട്ട് അറിയില്ല. LOL വരുമ്പോ അത് ACE ഇൻഹിബിറ്ററിലേക്ക് വരുന്ന എന്നുള്ളൊരു അങ്ങനെ ഒരു ഇതെനിക്കറിയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജെനി ആൻസർ ചെയ്യാം ക്വസ്റ്റ്യൻ. The patient with the atrial fibrillation is prescribed sotalol AF, which assessment findings indicate that the client is experiencing an adverse effect of the medication. Question summarize ചെയ്താൽ atrial fibrillation keyword, atrial fibrillation ആയിട്ട് വന്ന പേഷ്യന്റിന് സോറ്റലോള് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ഏതാ, മീൻസ് അഡ്വേഴ്സ് എഫക്റ്റ് ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിൽ സോറ്റലോൾ എന്ന് പറയുന്നത് ഇപ്പം കണ്ടീഷൻ ഏട്രിയൽ ഫിബ്രിലേഷൻ ആയതുകൊണ്ട് അത് കുറയ്ക്കാനായിട്ടുള്ള ഏതോ ഒരു മെഡിസിൻ ആണെന്ന് ഗസ് ചെയ്യുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഓക്കെ, അപ്പം ഇനി ഓപ്ഷനിലേക്ക് പോവാണെങ്കിൽ ഫസ്റ്റ് ഡ്രൈ മൗത്ത്, അത് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊരു ക്വയറി. പിന്നെ രണ്ടാമത്തത് ഡയഫോറോസിസ്, അത് ഉറപ്പില്ല, ചിലപ്പം ആയിരിക്കും, അവിടെയും ക്വസ്റ്റ്യൻ മാർക്ക്. മൂന്നാമത്തെ ഡിഫിക്കൽറ്റി സ്വാളോയിങ്, ഡിഫിക്കൽറ്റി ഓക്കെ, അഡ്വേഴ്സ് എഫക്റ്റ്, ഡിഫിക്കൽറ്റി സ്വാളോവിങ് അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവം അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറെ കഴിഞ്ഞിട്ടുണ്ടാകണം ഇതാന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല, ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഓപ്ഷൻ 4 ഡിസ്നസ് ഫീലിംഗ് ഫെയിൻറ്റ്, അതും ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞനുസരിച്ച് ഡ്രൈ മൗത്തും ഡയഫ്രോസിസും ഓപ്ഷൻ 4 ഡിസ്നസ് ആൻഡ് ഫീലിംഗ് ഫെയിൻറ്റ് ആണ്. അതിൽ ഓപ്ഷൻ 4 ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഓപ്ഷൻ 4 ആണ് ആൻസർ. കാരണം ജസ്റ്റ് നമുക്ക് സൊറ്റലോൾ എന്നാണെന്ന് അറിയില്ലെങ്കിലും സൊറ്റലോൾ AFന് കൊടുക്കുന്ന മെഡിസിൻ ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ 4 ഓപ്ഷൻസിൽ എല്ലാത്തിലും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, കാരണം നമുക്ക് അറിയില്ല സൊറ്റലോൾ എന്താണെന്ന് അറിയില്ല, ഇനി അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ AF ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഓക്കെ, AFും ഡ്രൈ മൗത്തുമാണോ, AFും സ്വെറ്റിംഗ് ആണോ, AFും ഡിഫിക്കൽട്ടി സോളോയിങ് ആണോ, AF ഉണ്ടാകുമ്പോൾ ഡിസിനസും ഫെയിൻറ്റിങ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ ഹാർട്ട് ഫിബ്രിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിബ്രിലേറ്റ് ചെയ്യുന്നത് കൊണ്ട്
യു ക്യാൻ കണക്ട് ഇറ്റ്. പക്ഷെ അതല്ല റീസൺ. ശരിക്കും റീസൺ എന്താണെന്ന് വെച്ചാൽ സൊട്ടോളോൾ ബീറ്റ ബ്ലോക്കർ ആണ്. ഓക്കെ, സോ സൊട്ടോളോൾ ബീറ്റ ബ്ലോക്കർ ആണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ ഡിസിനസും ഫീലിംഗ് ഫെയിൻറ്റും ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഹാർട്ടായിട്ട്, ഓക്കെ, AF ഹാർട്ടായിട്ടാണ്. ഹാർട്ടും ഏതായിട്ടാണ് കൂടുതൽ കണക്ട് ആവുന്നത് എന്നുള്ളത്. പിന്നെയും നമുക്ക് ചിന്തിക്കാം ഹാർട്ടും ഡയഫോറസിസും കണക്ട് ചെയ്യാമെന്നുള്ളത്. പക്ഷെ ഹാർട്ടും ഡയഫോറസിസും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് MI ലല്ലേ ഡയഫോറസിസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് MI അല്ലല്ലോ, ഇത് AF ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ബെറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഡിസിനസ് ആൻഡ് ഫീലിംഗ് ഫെയിറ്റ് ആണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, അനുശ്രീ. Yes, sir. കാണാൻ പറ്റുന്നില്ല അച്ഛൻ. ഒരു മിനിറ്റ്. Yeah. Yes, sir. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ആണ് ക്ലാസ്സിൽ. ഓക്കെ, കുഴപ്പമില്ല അനുശ്രീ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുവരെ ഞാൻ പറഞ്ഞില്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ സമ്മറൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ്റെ കീവേഡ് എക്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഓരോ ഓപ്ഷനായിട്ട് പോവുക. ആൻഡ് ഓപ്ഷൻ A എടുക്കുക, എന്നിട്ട് ചോദിക്കുക അറിയാവോ, ശരിയാണോ? ശരിയാണെങ്കിൽ കീപ്പ് ഇറ്റ്, ശരിയല്ല എങ്കിൽ എലിമിനേറ്റ് ഇറ്റ്. ഇനി അറിയില്ല എങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. എന്നിട്ട് ഗോ ടു B, C, D, അങ്ങനെ എല്ലാം അവസാനം ബാക്കി വരുന്ന ഓപ്ഷൻസും അതിന് നമ്മൾ കൊടുത്ത എക്സ്പ്ലനേഷനും ആയിട്ട് കീവേഡ് ആയിട്ട് കണക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് ഇസ് യുവർ ആൻസർ. Okay, I will try. A client with type 1 diabetes mellitus asked the nurse about taking ginseng at home. How should the nurse respond to the client? അതായത് ഒരു പേഷ്യന്റ് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അപ്പോൾ ആ പേഷ്യന്റ് നഴ്സിനോട് ചോദിക്കുവാണ് ജിൻസെൻസ് വീട്ടിലെടുക്കുന്നതിനെ പറ്റി. അപ്പോൾ നഴ്സ് എങ്ങനെയാണ് ക്ലയന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, ടേക്കിംഗ് ജിൻസെൻസ് വിൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. ഓൾറെഡി പേഷ്യന്റിന് ഡയബറ്റീസ് ആയതുകൊണ്ട് അത് നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് വെക്കാം, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും എന്നുള്ളത്. Then second, there are no therapeutic benefits of ginseng. ആക്ച്വലി എനിക്ക് ജിൻസെൻസ് എന്താന്ന് അറിയില്ല. ഞാൻ എനിക്കും അറിയില്ല ജിൻസെങ് എന്താ. പക്ഷേ നമുക്ക് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് അറിയില്ല, എനിക്കത് വരുമോ ഇല്ലയോ എന്ന്. തേർഡ് ഓപ്ഷനിൽ you can take the ginseng to help improve your memory. ഓക്കെ, അങ്ങനെയല്ല. ഓക്കെ, നോക്കിക്കുക, ക്വസ്റ്റ്യൻ ശരിക്കും സമ്മറൈസ് ചെയ്തില്ല. ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്നാ? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ പേഷ്യന്റിന് ഇൻസുലിൻ കിട്ടുന്നുണ്ടാവില്ലേ? ഇൻസുലിൻ കിട്ടുന്ന പേഷ്യൻസിന് സൈഡ് എഫക്റ്റ് തന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവില്ലേ? അപ്പോൾ ടേക്കിംഗ് ജിൻസെൻ വിൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ ദർ ഇസ് നോ തെറാപ്യൂട്ടിക് ബെനിഫിറ്റ് ഓഫ് ജിൻസെങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു, യുനോ നേഴ്സ് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. എവറി NCLEX question has a problem in it. Okay, and option should be a solution for that problem. But it looks like no solution. Nurse ഒന്നും ചെയ്യാനില്ല, അപ്പോൾ eliminate it. You can take the ginseng to help improve memory. അറിയില്ല നമുക്ക് അങ്ങനെ ആണോ എന്നുള്ളത്. You can take ginseng if you take it with a carbohydrate. Okay, ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്ലൂക്കോസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പോഗ്ലൈസീമിയും കാർബോഹൈഡ്രേറ്റും. ചൂസ് വിച്ച് ഇസ് ബെറ്റർ. ഓക്കെ, സോ നമ്മൾ പറയേണ്ടത് ടേക്ക് ജിൻസെങ് വിൽ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ എന്നുള്ള പഠിപ്പിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ചെക്ക് യുവർ ബ്ലഡ് ഷുഗർ ലെവൽ എന്നുള്ളതാണ്. ഓക്കെ, ചെക്ക് ചെയ്യേണ്ടത്. ആൻഡ് ബേസിക്കലി ജിൻസെങ് ഒത്തിരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓവർ ദി കൗണ്ടർ മെഡിക്കേഷനാണ്.
നമ്മുടെ വാൾമാർട്ടിലും ഷോപ്പേഴ്സിലും അവൈലബിൾ ആണ്. ബേസിക്കലി പ്രായമുള്ളവരൊക്കെ കഴിക്കുന്ന ഒരു മെഡിസിനാണ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദ മെമ്മറി. ഓക്കെ, അതാണ് അതിൻ്റെ ആക്ഷൻ. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യൻ അതിൻ്റെ ആക്ഷൻ അല്ല ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഈ പേഷ്യൻ്റ്, ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻറ്റിന്, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാൻ സാധ്യതയുള്ള പേഷ്യൻസിന് എന്താണ് എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് അറിയണ്ട. ഇന്ന് ജിൻസങ്ങിൻ്റെ സൈഡ് എഫക്റ്റ്, ഈ വാൾമാർട്ടിലിരിക്കുന്ന എല്ലാം ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻ്റെ സൈഡ് എഫക്റ്റ് പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? അപ്പോൾ ദിസ് ഇസ് ദി ഓൺലി വേ ടു പാസ് എൻക്ലെക്സ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ചിന്തിക്കാനായിട്ട് പഠിക്കുക, ആൻഡ് യു ക്യാൻ പാസ് എൻക്ലെക്സ്. മനസ്സിലായോ? ഓക്കെ ആണോ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അനുശ്രീ? എന്തോ ഓക്കെ, ഫൈൻ. ഇന്നത്തേക്ക് ഇത് നിർത്താം. സീ യു ഗൈസ് ടുമോറോ. പറ്റുവാണെങ്കിൽ ഐ മീൻ ഈ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വൈകുന്നേരവും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് അറ്റൻഡ്. കാരണം വൈകുന്നേരം പാർട്ടിസിപ്പൻസിന് തീരെ കുറവാണ്. അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആണ് ക്ലാസ് എടുക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് ഈ എപ്പോഴും കാണാറുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവും 10, 20, 25 പേരുണ്ടാവും. പിന്നെ പതുക്കെ ഒരു 4 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ക്ലാസ്സിൽ 3-4 പേരുണ്ടാവുള്ളൂ. കാരണം പതുക്കെ മടിയായി തുടങ്ങും ലൈവ് ക്ലാസ് കേൾക്കാനായിട്ട്. ബിക്കോസ് നമുക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ റെക്കോർഡിംഗ് കേട്ടാൽ മതി. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ദ ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനുണ്ട്. മറ്റാകുമ്പോൾ 3-4 പേരും അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ 4 പേരോട് മാത്രം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കണം. സോ ഇറ്റ് വോണ്ട് ബി ഗുഡ്. ഓക്കെ, റെക്കോർഡിങ്സ് നമ്മൾ ഇന്നത്തെയും റെക്കോർഡിങ്സ് എൻ്റെ മൈക്രോസോഫ്റ്റ് ടീംസ് വർക്ക് ആവുന്നില്ല. എനിക്ക് അതിലേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെയും റെക്കോർഡിങ്സ് ഇന്ന് എന്തായാലും ടീംസ് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഈ റെക്കോർഡിങ്സ് അതിലേക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മലയാളം ക്ലാസ് ഫ്രൈഡേ അല്ലേ ഈ വീക്ക്? ഉണ്ട്, ഫ്രൈഡേയും ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ക്യാൻസൽ ആയതിൻ്റെ ഫ്രൈഡേ ചെയ്യാം. ഓക്കെ, thanks. Okay, see you guys tomorrow. See you. Thank you.